കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ഇന്നലെ നമ്മൾ കണ്ടത് അറിവിൻ്റെ വരവാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജ്ഞാനമാണ്. ജ്ഞാനം, അതായത് യാക്കോബ് 1:5, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. പുതിയ വാല് തോന്നിട്ടിങ്ങനെ കണ്ട യാക്കോബിന് പഠിത്ത് ജ്ഞാനം കുറവായിരുന്നേ. പുള്ളിക്കാരൻ അനുഭവത്തിലൂടെ പഠിച്ചതാണത്. പുള്ളിക്കാരനല്ലേ യോഹന്നാൻ്റെ കൂടെ മറ്റേ സമരക്കാരൻ്റെ കൂടെ പോയി അവർ വടിവാളെടുത്ത് ആകപ്പാടെ കഷാകുളമായി കർത്താവിൻ്റെ അടുത്ത് വന്ന് ആ ഭൂമി ആകാശത്ത് നഗ്നി ഇറങ്ങി അവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ ചോദിക്കുമ്പോൾ, വാട്ട് സ്പിരിറ്റ് യു ഹാവ് എന്ന് കർത്താവ് ചോദിക്കും. എന്ത് അരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അപ്പോൾ വേറെ അരൂപിയായിരുന്നു. പിന്നെ അവിടുന്ന് കർത്താവ് പറഞ്ഞു കൊടുത്താണ് ഇപ്പോൾ പുള്ളിക്ക് പറഞ്ഞത്. അദ്ദേഹം എന്താ പറയണത്, എനിക്ക് ജ്ഞാനത്തിൽ കുറവായിരുന്നു, ഞാൻ കർത്താവിനോട് ചോദിച്ചാണ് അവസാനം മേടിച്ചത്. അതുകൊണ്ട് നിങ്ങളും ജ്ഞാനം കുറവുള്ള ആൾക്കാർ കർത്താവിനോട് ജ്ഞാനം വാങ്ങിക്കട്ടെ. ഈ ജ്ഞാനത്തിന് കറക്റ്റ് വചനം എന്ന് പറയുന്നത് സങ്കീർത്തനത്തിൻ്റെ 103:7 സങ്കീർത്തനം 103:7. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അതാ വിഷയം. വഴികൾ മോശയ്ക്കും, അതായത് ജ്ഞാനം മോശയ്ക്കും, പ്രവർത്തികൾ, അറിവ് ഇസ്രായേൽ ജനത്തിനുമാണ്. ഇപ്പം കൽമഴയൊക്കെ പെയ്യുന്നുണ്ട്, തേൻ പെരുകുന്നുണ്ട്, തവള ചാടുന്നുണ്ട്, നഗരി രക്തമായി മാറുന്നുണ്ട്. എന്താണ് സംഭവിക്കണം എന്നുള്ള പ്രവർത്തികളെക്കുറിച്ച് ഇസ്രായേലിനറിയാം. പക്ഷേ മോശത്തിന് അങ്ങനെയല്ല അറിയാവുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം ഇതൊക്കെ ചെയ്യണത്? എന്തിനാണ്? ഈ ജനത്തെ വിട്ടുകിട്ടിയിട്ട് വാഗ്ദാന നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്. അതാണ് അതിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. എല്ലാ സംഭവങ്ങളുടെ പിന്നിലും ഒരു ജ്ഞാനം ഉണ്ടാകും. അതാണ് ദൈവിക പദ്ധതി. അപ്പോൾ സംഭവങ്ങൾ ചിലപ്പോൾ എതിരായിട്ട് മാറിയാലും അതിനകത്തുള്ള ജ്ഞാനം നമുക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ട് ആ ഒരു സംഭവങ്ങൾ നടക്കുന്ന കണ്ടിട്ട് അയ്യോ എനിക്കങ്ങനെ സംഭവിച്ചോ, ഞാൻ പ്രാർത്ഥിച്ചോ, എനിക്ക് പ്രാർത്ഥിച്ചൊരു പ്രയോജനമില്ലേ എന്നും പറഞ്ഞ് വിശ്വാസം കളയരുത്. ഈ പ്രവൃത്തിയെ കാണുന്നവൻ വിശ്വാസം പോകും. പക്ഷെ ജ്ഞാനം നോക്കുന്നവൻ വിശ്വാസത്തെ അതിജീവിച്ച് വിശ്വാസത്തിൽ വളരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.